മുത്തശ്ശൻ വരുന്നു. തിരുമേനി, അമ്മുനെ പരിശോധിച്ചോ? നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുമോ? തിരുമേനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ലച്ചു എന്താ പറയുന്ന? എന്താ മുത്തശ്ശ? മുത്തശ്ശൻ എന്താ ഒന്നും പറയാത്തെ? ഇതിനെ ഒരു രോഗമായി നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഡോക്ടേഴ്സ് ഹിപ്നോട്ടിസം എന്നൊക്കെ പറയാറില്ലേ? മനുഷ്യ മനസ്സ് വായിച്ചെടുക്കാനുള്ളൊരു മാർഗമില്ലേ? വൈദ്യശാസ്ത്രത്തിൽ ഞങ്ങൾക്ക് ചില പൊടിക്കൈകളൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ ലക്ഷ്മിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു ശ്രമം നടത്തി. ജീവിതയാത്രയുടെ ഒരു ഘട്ടത്തിൽ വെച്ച് തുടർന്നുള്ള ഓർമ്മകളെല്ലാം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ആ ഓർമ്മകളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേ തിരുമേനി? ചിലപ്പോൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അതിന് കഠിനമായ വ്രതവും ചികിത്സകളും വേണ്ടിവരും. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്തിനു ഞങ്ങൾ തയ്യാറാ. അമ്മൂനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുത്താ മതി. ഇപ്പോ അലോപ്പതി ചികിത്സ നടക്കുകയല്ലേ? അതിന്റെ ഫലസിദ്ധി ഒന്നറിയട്ടെ. അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ നോക്കാം. അത് നടന്നാലും അതിനൊപ്പം തിരുമേനിയുടെ ചികിത്സ നടക്കില്ലേ? അലോപ്പതി ആയുർവേദം ഒന്നിച്ചു പറ്റില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. എന്നാ അമ്മൂനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചൂടെ തിരുമേനിക്ക്? ഇങ്ങനെ ഓർമ്മകൾ നഷ്ടപ്പെട്ടതാന്ന് ക്രമേണ അവൾക്ക് തന്നെ മനസ്സിലാവില്ലേ? ഇപ്പോ അത് പാടില്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ചിലപ്പോൾ ലക്ഷ്മി എന്നേക്കുമായി മാനസിക രോഗിയായി മാറിയെന്ന് വരാം. മറവിക്കും യാഥാർത്ഥ്യത്തിനുമിടയിലുള്ളൊരു നൂൽപ്പാലത്തിലൂടെയാണ് ആ കുട്ടിയുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. ഇനിയും ആ മനസ്സിൽ ഒരു ആഘാതവും സംഭവിക്കാൻ പാടില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാം നേരെയാവും. ഇനിയെങ്കിലും സഞ്ജു ഒത്ത സന്തോഷത്തോടെ കഴിയാന്ന് കരുതിയത്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ലോ ഭഗവാനെ. അത്രമാത്രം ലച്ചുനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ. പക്ഷെ ലച്ചു അവളെന്നെ ഓർക്ക പോലും ചെയ്യുന്നില്ല. ഇതിനു മാത്രം എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? അവര് വന്നോ? പോയിട്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നമ്മേ. എന്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. മോസനെയും മനയും ഒക്കെ കണ്ടില്ലേ? ഞങ്ങള് താമസിച്ചത് പുഴയ്ക്ക് ഇക്കരയാ. ആദ്യമായിട്ടാ ഞാൻ അമ്മനെ കാണുന്നത് തന്നെ. ചേച്ചിയുടെ ചികിത്സയൊക്കെ അവിടെ നടക്കുമ്പോ ഞാൻ ഒന്നും അറിയാതെ പുഴയ്ക്ക് ഇക്കരയായിരുന്നു.
ഗോവിന്ദനെ നീ കണ്ടില്ലേ കുട്ടി? സഞ്ജുട്ടന്റെ ഫ്രണ്ട് അല്ലേ? ഇവിടെ വെച്ച് ഞാൻ ആളെ കണ്ടതല്ലേ മുത്തശ്ശി? ഡോക്ടറാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. മോള് ചെന്ന് ഡ്രസ് മാറിയിട്ട് വാ. ചെല്ല. അവിടെ പോയിട്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ലല്ലേ? ഇല്ല മുത്തച്ഛ, അവളുടെ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ആ മനയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അമ്മുവിന്റെ ഓർമ്മയിൽ പോലും ഇല്ല. എനിക്കിനി പ്രതീക്ഷകളൊന്നുമില്ല. അമ്മൂന് പോയ ഓർമ്മകൾ തിരിച്ചു കിട്ടാനും പോകുന്നില്ല. നീ അങ്ങനെ നിരാശപ്പെടരുത് മോളെ. അമ്മുമായിട്ട് ഒരിക്കലും നിന്റെ ജീവിതം തകർക്കില്ല. താലി കെട്ടിയ പുരുഷന്റെ കൂടെ ഒരു ഭാര്യ എന്ന നിലയിൽ ജീവിക്കാൻ അമ്മോന് ഇതുവരെ അവസരം വന്നിട്ടില്ല. ഇത് ദേവിയായിട്ടൊരു ഭാഗ്യം അവൾക്ക് കൊടുത്തതാണ്. അതിന് സഞ്ജു അല്ലല്ലോ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അത് പിന്നെ ഒരു ഭാര്യയായി ജീവിക്കാനുള്ള അവസരമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിന് മറ്റുള്ളവരുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ട് വേണോ? നീ പോയി കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തല്ലോ. ചെല്ല്. ഓ അച്ഛാ, ദൈവം വിധിച്ചത് നടക്കേണ്ടതുമായ കാര്യങ്ങളാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം മനസ്സിലാക്കി ശ്രീകുട്ടി സ്വയം ഒഴിഞ്ഞു പോകാതെ ഈ വിഷയം അവസാനിക്കില്ല. അച്ഛാ, അമ്മോന്റെ കൂടെയുള്ളത് സാക്ഷാൽ ദേവിയാ. ദേവിയുടെ ആശീർവാദവും അനുഗ്രഹവും. വാ. മോളെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള കാര്യം ഓർക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഇനി അമ്മ വന്നില്ലെങ്കിലും എനിക്ക് തനിയെ വരാലോ. നമ്മുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രമുള്ള കാര്യം രാജേട്ടൻ പറഞ്ഞിരുന്നു. അവിടെയും പോണം. ആ ലക്ഷ്മി ദേവിയാണല്ലേ അവിടുത്തെ പ്രതിഷ്ഠ? വർഷത്തിലൊരിക്കലേ അവിടെ നട തുറക്കുള്ളൂ. അന്ന് ദേവിയെ മറ്റൊരു വിഗ്രഹത്തിൽ ആവാഹിച്ച് തറവാട്ടിൽ കൊണ്ടുവരും. വലിയ ആഘോഷ. അതിന് മുന്നോടിയായി തുളസിച്ചെടി നടും. അതിനടുത്ത് പീഠത്തിലാ പ്രതിഷ്ഠ വെക്കുന്നത്. കുടുംബത്തിലെ മരുമകളാ തുളസി തൈ നടുക. അപ്പോ ഇത്തവണ ഞാനായിരിക്കല്ലേ തുളസി തൈ നടുക, അല്ലേ അമ്മേ? കഴിഞ്ഞൊരു ജന്മത്തിൽ അങ്ങനെ ചെയ്തതായി മോളുടെ മനസ്സിലുണ്ടോ? ചെണ്ടമേളത്തോടെ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര വരിക, പിന്നെയുള്ള പൂജകൾ അങ്ങനെയൊക്കെയാ. കഴിഞ്ഞ ജന്മത്തിലും ഞാൻ അമ്മയുടെ മരുമകളായിരുന്നെന്നാണ് അമ്മ പറയുന്നത്. ആ എനിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ മനസ്സിൽ കണ്ട എന്റെ പെറ്റമ്മയുടെ രൂപം അമ്മയുടേതുപോലെ ആയതുകൊണ്ടാവും ഞാനും അമ്മയും സഞ്ജുവേട്ടനും തമ്മില് എന്തൊക്കെയോ പൂർവ്വ ബന്ധങ്ങളുണ്ട്. വാ മോളെ, നമുക്ക് ശ്രീകോവിലേക്ക് കയറാം. അയ്യോ ദൈവമേ, ശാസ്ത്രികൾ! അത് ശങ്കരശാസ്ത്രികളല്ലേ? അദ്ദേഹത്തെ മോള് കണ്ടിട്ടുണ്ടോ? ആ അത് ശങ്കരശാസ്ത്രികളാ അമ്മേ. അദ്ദേഹത്തെ എനിക്കറിയാം. നീ
അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞോ? എന്റെ കല്യാണത്തിന് കുറച്ചു ദിവസം മുൻപ് ശാസ്ത്രികളെ മുത്തശ്ശിയും ഞാനും പെരുവണ്ണാപുര ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അല്ല, ഇവിടെ വന്നിട്ട് മോള് കണ്ടിട്ടില്ലേ? അതിനുശേഷം ഞാൻ ഇപ്പോഴാ കാണുന്നെ. അദ്ദേഹം എന്നെ തിരിച്ചറിയോ ആവോ? ശാസ്ത്രികളെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. കല്യാണമൊക്കെ മംഗളമായി നടന്നില്ലേ? ഉം. ശാസ്ത്രികൾ പറഞ്ഞതുപോലെ എനിക്കെന്റെ മരുമകളെ തിരിച്ചറിയാനായി. ആ ആ, മോള് ഈ പൂജാ സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അമ്മ പിന്നാലെ വരാം. ആ, വഴിപാടിന്റെ രസീതൊക്കെ വാങ്ങിച്ചോണേ. ശരി അമ്മേ. ശരി. ഉം. എനിക്കൊരു സങ്കടമുണ്ട് ശാസ്ത്രികളെ. അവളാ എന്റെ മരുമകളെന്ന് ഒരു വാക്ക് ശാസ്ത്രികൾ എന്നോട് പറഞ്ഞില്ല. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിന്നീ ധർമ്മസങ്കടത്തിൽ പെടില്ലായിരുന്നു. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സത്യം അറിയുന്നത്. അതെന്റെ കുറ്റമല്ല. ലക്ഷ്മി ദേവിയെ പോലൊരു പെണ്ണ് സന്തത സഹചാരായി കൂടെ ഉണ്ടായിട്ടും ശ്രീദേവിക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എത്രയോ സൂചനകൾ ഞാൻ നിങ്ങൾക്ക് തന്നു. എന്നിട്ടും അകക്കണ്ണ് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശ്രീദേവിയുടെ ഭാഗത്തെ തെറ്റ്. എനിക്കത് തുറന്നു പറയാനുള്ള അധികാരമില്ലാതായിപ്പോയി. ഞാൻ ആ തെറ്റ് സമ്മതിക്കുന്നു. താലികെട്ട് തടസ്സപ്പെടുത്താൻ അവള് വന്നപ്പോ തന്നെ ഞാനത് മനസ്സിലാക്കിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും ശാസ്ത്രികളെ? വലിയ അഗ്നിപരീക്ഷ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ലക്ഷ്മിക്ക് പെരുവണ്ണാപുരത്ത് വെച്ച് നടന്ന അവളുടെ വിവാഹം അല്ലാതെ മറ്റൊന്നും ഓർമ്മയില്ല. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. എന്താ എന്താ ശ്രീദേവി പറയുന്നത്? മനസ്സിൽ മാഞ്ഞു പോവുകയോ? അതെ ശാസ്ത്രികളെ. അല്ല, അദ്ദേഹം എവിടെ? ആര്? സഞ്ജുവോ? അദ്ദേഹം തന്നെ. അതെ. വലതുകാലം വെച്ച് കയറുക മോളെ. മോള് വാ. മോളെ അമ്മു, നീ എന്തിങ്ങനെ ഓരോന്നും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്? അമ്മേ, എന്റെ പേര് ലക്ഷ്മി എന്നാ. ലച്ചു എന്നാ എല്ലാവരും വിളിക്കുന്നത്. അമ്മ എന്നെ ലച്ചു എന്ന് വിളിച്ചാൽ മതി. അവൾ അഭിനയിക്കുകയാണെന്ന് എല്ലാവരും ആദ്യം കരുതിയത്. പക്ഷെ സത്യം അതല്ല. ശ്രീകുട്ടി വീട്ടിൽ കയറുന്നതിന് മുൻപ് ലച്ചുവിനെ നിലവിളക്ക് കൊടുത്ത് വീട്ടിൽ കയറ്റാൻ ശ്രമിച്ചതോടെ അവൾ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. എനിക്ക് ഈ കാര്യം ആരോടും പറയാനുള്ള ധൈര്യമില്ല. അമ്മേ മഹാമായേ, പെരുവണ്ണാപുരത്തമ്മയുടെ ലീലാവിലാസം ആശ്ചര്യം തന്നെ. പിന്നെ ദേവിയുടെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ് ലക്ഷ്മി. അവൾക്ക് വേണ്ടി ദേവി കൊണ്ടുവന്ന പയ്യനാ ശ്രീദേവിയുടെ മകൻ സഞ്ജു. അവൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ സമയം ലക്ഷ്മിയുടെ കഴുത്തിൽ നിശ്ചയമായും അവൻ ചാർത്തിയ താലി ഉണ്ടായി കാണില്ല. സത്യമല്ലേ? അതെ. അത് പെരുവണ്ണാപുര ക്ഷേത്രത്തിൽ എവിടെയോ അഴിഞ്ഞു വീണുപോയി. വീണ്ടും ആ താലി അവളുടെ കഴുത്തിൽ വീണു. നിങ്ങളുടെ മകന്റെ ആയുസ്സിന് ദോഷമായി തീരേണ്ട സമയത്താ വീണ്ടും ലക്ഷ്മിയുടെ കഴുത്തിൽ ആ താലി വീണത്. ദേവി, ലക്ഷ്മിയിലുണ്ടായ ഈ പുതിയ മാറ്റം അവളെ അവന്റെ ഭാര്യയായി തന്നെ നിലനിർത്തി. തന്റെ മകൾ വിധവയാകരുതെന്ന് പെരുവണ്ണാപുരത്തമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു ഭവിച്ചാൽ മധുരാപുരി കണ്ണകി ചുട്ടരിച്ചതുപോലെ മംഗലശ്ശേരി വീട്ടിൽ
ദേവിയുടെ കോപം പതിയും. ഒരാൾ പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. നിങ്ങളുടെ മകൻ പ്രാണഭീതിയില്ലാതെ കഴിയണമെങ്കിൽ ആ താലി അവളുടെ കഴുത്തിൽ തന്നെ കിടക്കണം. അത് വെറും താലിയല്ല, നിങ്ങളുടെ മകന്റെ ആയുസ്സാണ്. ശാസ്ത്രികളെ, ഈ ജീവിതകഥയിൽ നായകനും നായികയുമെല്ലാം ഒരാളാ, സാക്ഷാൽ അമ്മ മഹാമായ. മോളെ, ആ പ്രസാദം വാങ്ങിക്കോളൂ. അമ്മേ, നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. അമ്മ വാ. ഇങ്ങനെ ഒരു ജീവിതം ബാക്കി കിടപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്നലകൾ മറന്നു കളയാൻ കഴിയോ അമ്മേ? ഞാൻ മനസ്സുകൊണ്ട് ജീവിച്ചത് നമ്മുടെ തറവാട്ടില്. ആ ഓർമ്മകളൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എങ്ങനെ കാലം കഴിച്ചുകൂട്ടിയെന്നും അറിഞ്ഞില്ല. ഒടുവിൽ ദേവിയായി എന്റെ മുന്നിൽ വന്നു, എന്റെ ലച്ചുമോളുടെ രൂപത്തിൽ. എന്താ അമ്മേ? ലച്ചുമോളല്ലേ ആ നിൽക്കുന്നത്? എന്റെ ദേവി, പറഞ്ഞു തീർന്നില്ല. മോളെ ലച്ചു, മോളെ, മോളെ ലച്ചു. ഇതാരും മുത്തശ്ശിയോ? മോളെ ഒന്നുകൂടി കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. മുത്തശ്ശിയുടെ വീട് ഇവിടെ അടുത്താണോ? ആ, ഞാൻ എന്റെ മോളുടെ കൂടെയാ താമസം. ഇതാ എന്റെ മോള്. മനസ്സിലായി. എന്നെ ഓർമ്മയുണ്ടോ? ആ, അന്ന് മുത്തശ്ശിയുടെ കൂടെ കണ്ടിരുന്നല്ലോ. ആ, ലച്ചുമോള് തന്നെയല്ലേ എന്റെ ഈ മോളുടെ അടുത്ത് എന്നെ എത്തിച്ചത്? ഞാനോ? ഞാൻ ഇവിടെ വെച്ച മുത്തശ്ശിയെ കണ്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ലച്ചു തനിച്ചാണോ ക്ഷേത്രത്തിൽ വന്നത്? അല്ല, അമ്മയുണ്ട്. ഇന്ന് സഞ്ജുവേട്ടന് വേണ്ടി ഒരു പ്രത്യേക പൂജയുണ്ടായിരുന്നു. ശ്രീദേവി മരുമകളുമായി പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലേ? ഞങ്ങൾ ഇന്നോ ഇന്നലെയോ വരാൻ തുടങ്ങിയതല്ല. അതിന് സഞ്ജു ലച്ചുവിനെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അതിനു മുൻപ് ലച്ചു എങ്ങനെ ശ്രീദേവിയുടെ കൂടെ ഇവിടെ വരും? അമ്മയ്ക്ക് ഞാനെന്നും കൂടെ ഉണ്ടായിരുന്ന പോലെയാ.
അതാ നല്ല അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള കോമ്പിനേഷൻ. വേറൊരു മരുമകൾക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടിയെന്ന് വരില്ല, അല്ലേ ശ്രീദേവി? കവിത ഇവളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മുത്തശ്ശി എന്റെ വീട്ടിലേക്ക് വാ. അതിന് ലച്ചുവിന്റെ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. മംഗലശ്ശേരിയാ. വഴിയൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അല്ല, നിനക്ക് ഈ മുത്തശ്ശി എങ്ങനെയാ പരിചയം? ആ, അത് ഞാനേ മുത്തശ്ശി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു. എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് സഞ്ജുട്ടൻ ഡോക്ടറെ കാണാൻ കൊണ്ടുപോയില്ലേ? അന്ന് മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അല്ല, അവിടെ വെച്ച് എങ്ങനെ പരിചയത്തിലായി എന്നാ ചോദിച്ചത്.